നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആർമി അഗ്നിവീറിന്റെ നോട്ടിഫിക്കേഷൻ പലരും ചോദിക്കുമെന്നുള്ള കാര്യം അറിയാം. അതിനു മുമ്പ്, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് ഈ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ആർമി അഗ്നിവീറിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം, അതായത് ഫെബ്രുവരി സെക്കൻഡ് വീക്കോട് കൂടി റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ AI വെച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതും വരുന്നതായിരിക്കും. ദെൻ ഓൾസോ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 7-ാം തീയതി അടുത്ത മാസം ഫെബ്രുവരി 7-ന് അതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട്. 10 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇത് നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ ഇതിന് മുമ്പ് ഒരു എക്സാം ഉണ്ടായിരുന്നു PSCയുടെ വനിതാ പ്രിസൺ ഓഫീസർ പോസ്റ്റിൻ്റേത്. അപ്പോൾ അതിന് കൊടുത്തിട്ട് 100% സക്സസ് റേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് AI ഉപയോഗിച്ച് നമ്മുടെ സൈറയുടെ ടീം തന്നെയാണ് ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർക്ക് അതിന് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമ്മുടെ SSC GD കോൺസ്റ്റബിളിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മലയാളവുമുണ്ട്, ഇംഗ്ലീഷുമുണ്ട്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് കടന്നാലോ. സോ ഈ ഒരു ആർമി റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽസിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ലോ ഗ്രാജുവേറ്റ്സിനാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ ആർമിയിലാണ് വളരെ നല്ലൊരു അവസരം ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ ബ്രാഞ്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാം. 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കേട്ടോ. കൃത്യമായി പറയുകയാണെങ്കിൽ 2 ജൂലൈ 1999-നും 1 ജൂലൈ 2005-നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം 55% മാർക്കോട് കൂടി LLB ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിയമവിരുദ്ധം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അഡീഷൻ ആയിട്ട് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. CLAT PG 2025 സ്കോർ കാർഡ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ കാൻഡിഡേറ്റ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇൻക്ലൂഡിങ് LLM ക്വാളിഫൈഡ് ആൻഡ് LLM അപ്പിയറിംഗ് കാൻഡിഡേറ്റ്സിനും കൊടുക്കാനുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു യോഗ്യത തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദി കാൻഡിഡേറ്റ് ഷുഡ് ബി എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ ആസ് എൻ അഡ്വക്കേറ്റ് വിത്ത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് കാൻഡിഡേറ്റ് ഷുഡ് ബി ഫ്രം ദി കോളേജ് ഓർ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ബാർ കൗൺസിലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സ്റ്റേറ്റിൻ്റെ ഈ ഒരു രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അഡ്വക്കേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ LLB ഡിഗ്രി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 8 ഒഴിവുകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 8 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാവുന്നതാണ്. സോ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. വുമൻസിനും മെയിൽസിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2.4 കിലോമീറ്റർ ഓട്ടം വരുന്നത് ആൺകുട്ടികൾക്ക് 10.5 മിനിറ്റിലും പെൺകുട്ടികൾക്ക് 13 മിനിറ്റിലുമാണ്. സിറ്റപ്പ് 30 ആൺകുട്ടികൾ, ആദ്യത്തെ കോളത്തിൽ ആൺകുട്ടികളാണ് കേട്ടോ. 30 അതുപോലെ 25 കാണാൻ സാധിക്കും. പിന്നെ പുഷപ്പ് 40 അതുപോലെ 15 കാണാൻ സാധിക്കും. അതുപോലെ ഗ്രോസ് സ്ക്രിപ്പ് കാണാൻ സാധിക്കും 4 to 6. അതുപോലെ തന്നെ ഇവിടെ 2 കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ക്വാഡ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 സെറ്റിൻ്റെ 30 റിപ്പീറ്റേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലഞ്ചസ് കാണാൻ സാധിക്കും. 2 സെറ്റിൻ്റെ 10 റിപ്പീറ്റേഷൻ. ഓൾസോ ഗേൾസിനും അത് തന്നെയാണ്. സ്വിമ്മിങ് പറയുന്നത് കാണാൻ സാധിക്കും 25 മീറ്റർ 2 പേർക്കും. അതിൻ്റെ ഒരു ബേസിക് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു വിദഗ്ധൻ്റെ സഹായത്തോടു കൂടി പഠിക്കാം. അപ്പോൾ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് അതായത് നിയമിതനാവാനായിട്ട് പോകുന്നത്. സോ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 56,100 മുതൽ നിങ്ങൾക്ക് ബേസിക് പേൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് എന്തായാലും ലഭിക്കും. ഇതിൻ്റെ പുറമെ ഒരുപാട് അലവൻസുകൾ ഉണ്ട് കേട്ടോ. 1,77,500 രൂപ വരെയൊക്കെ ലഭിക്കുന്ന ഇതാണ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകദേശം റാങ്ക് ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ വരെ, അതായത് ഈ ലെഫ്റ്റനൻറ്റ് റാങ്ക് മുതൽ ബ്രിഗാഡിയർ റാങ്ക് വരെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അലവൻസാണ് 15,500 രൂപ. അതായത് ഈ സാലറീൻ്റെ പുറമെ എല്ലാ മാസവും ഇതും കൂടി ലഭിക്കും. പിന്നെ ഇതൊക്കെ അലവൻസാണ്, ഇവിടെ കാണുന്നതൊക്കെ അലവൻസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ സാലറീൻ്റെ പുറമേ ലഭിക്കുന്നതാണ്. അപ്പം തന്നെ നിങ്ങളുടെ സാലറീനെ ഇടപിടിക്കുന്ന രീതിയിൽ ഡ്രസ്സ് അലവൻസ് കാണാൻ സാധിക്കും 20,000 രൂപ ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരുപാട് അലവൻസുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സാലറീനെ ഇടപിടിക്കുന്ന രീതിയിൽ തന്നെ അലവൻസുകൾ വരുന്നുണ്ട്. പിന്നെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് 2,250 രൂപ പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ ഹോസ്റ്റൽ സബ്സിഡി അവർക്കായിട്ട് 6,750 രൂപ.
പ്രതിമാസം കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് അലവൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുക. ഇപ്പം പറഞ്ഞ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 27 ജാൻ 2026 അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 27 ഫെബ്രുവരി 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതാണ് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നമ്മുടെ സൈറ അനലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സിവിൽ എക്സൈസ് ഓഫീസറിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വനിതകൾക്കുള്ള അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ട്. ഓൾസോ നമ്മുടെ SSC GD പോലുള്ള മറ്റുള്ള എല്ലാ പോസ്റ്റിനും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആക്സസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.